മൊബൈൽ ഫോണുകളില്ലാത്ത ആളുകൾ ഇന്ന് കുറവാണ്. പല രീതിയിൽ ഫോണുകൾ കളഞ്ഞു പോകുന്ന സാഹചര്യവും വർദ്ധിച്ചു വരികയുമാണ്. ഇതിൽ മോഷണത്തിലൂടെയും മൊബൈൽ ഫോണുകൾ നഷ്ടപ്പെട്ടേക്കാം. കളഞ്ഞുപോയ ഫോൺ തിരികെ കിട്ടുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. കളഞ്ഞുപോയ മൊബൈൽ ഫോണുകൾ തിരികെ കിട്ടുമ്പോൾ ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിച്ച സംഭവം വരെയുണ്ട്. ഇരിട്ടി പോലീസ് 3 മാസത്തിനിടയിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ വിലപിടിപ്പുള്ള 27 മൊബൈൽ ഫോണുകളാണ് നഷ്ടപ്പെട്ടു പോയവർക്ക് തിരിച്ചു നൽകിയത്. സ്റ്റേഷനിലേക്ക് ഒരുപാട് ആളുകളിൽ നിന്നും കാണാനാകുന്ന സംഭവങ്ങളും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടാകുന്നു. ഇരിട്ടി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തന്നെ 27ഓളം മൊബൈലുകൾ നമ്മൾ ട്രേസായിട്ട് നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് മറ്റ് കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ അതിനായിട്ട് ഒരു ഗവൺമെൻറ് തല ഒരു പോർട്ടൽ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. CER പോർട്ടൽ എന്നാണ് നമ്മൾ പറയുന്നത്. CER പോർട്ടൽ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം സെൻട്രൽ എക്വിപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്നാണ്. ഇതൊരു ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പോർട്ടലാണ്. ഇതിനകത്ത് ഏത് ആൾക്കാർക്കും ഏത് സമയത്ത് നമ്മുടെ ഒരു നെറ്റുള്ള ഒരു ഫോണിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നോ നമുക്ക് ആ പോർട്ടലിൽ കയറിയിട്ട് അയാളുടെ ലോസ്റ്റ് ഫോണ്, അയാളുടെ മിസ്സിംഗ് ആയ ഫോൺ സംബന്ധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് മറ്റൊരു കാര്യം, അയാളുടെ ആ ഫോണിൻ്റെ IMEI നമ്പർ അയാൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ആ ഫോൺ നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പെറ്റീഷൻ റെസിപ്റ്റിൻ്റെ കോപ്പിയും അതിനകത്ത് ആവശ്യമുണ്ട്. ഇത്തരം പരാതികൾ സ്വീകരിക്കുന്നതിനും ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പുമായി സഹകരിച്ചുണ്ടാക്കിയ CIR പോർട്ടൽ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിനും ഇരിട്ടി CI A കുട്ടിക്കൃഷ്ണൻ, പ്രിൻസിപ്പൽ SI ഷറഫുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ CPO AM ഷിജോയുടെയും PRO K രഞ്ജിത്തിന്റെയും നേതൃത്വത്തിലാണ് മൊബൈൽ കേസുകളിൽ തീർപ്പാക്കുന്നത്. ഇരിട്ടി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുന്ന മിസ്സിംഗ് ഫോണിന്റെ പരാതികൾ നമ്മൾ CA പോർട്ടലിൽ ഉൾപ്പെടുത്തി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് ഏകദേശം 2 മാസം കൊണ്ട് 27 ഫോണുകളോളം നമ്മൾ ഇവിടുന്ന് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപഭോക്താക്കളെ കണ്ടെത്തി അതിന് കൊടുത്തിട്ടുള്ളതാണ്. ഏകദേശം 3 ഫോണ് അതർ സ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 27 മൊബൈൽ ഫോണുകൾ കണ്ടെത്തിയതിൽ 17 എണ്ണം CIR പോർട്ടൽ സംവിധാനത്തിലൂടെയും 10 എണ്ണം ലൈവ് ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് കണ്ടെത്തിയത് എന്ന് ഇരിട്ടി CI A കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ഫോൺ നഷ്ടപ്പെട്ട സമയത്ത് CIR പോർട്ടൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. CIR പോർട്ടൽ രജിസ്റ്റർ ചെയ്താലുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നുള്ളത് ആ IMEI നമ്പർ ഫോണ് അപ്പം തന്നെ ബ്ലോക്ക് ആവുകയാണ്. അതുകൊണ്ട് പിന്നീട് ഒരു സിം ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഫോണ് ആർക്കും തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ അതിനകത്തേക്ക് ഒരു സിം ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ CIR പോർട്ടലിലേക്ക് ഇൻഫർമേഷൻ വരും. അതായത് ഇപ്പം ഇരിട്ടി പോലീസ് സ്റ്റേഷനാണ് ഈ CIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ച് ഉള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടും. ഏത് സിമ്മാണ് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ ഉടനെ തന്നെ ആ സിമ്മിൻ്റെ അഡ്രസ്സ് എടുത്ത് അയാളെ ട്രേസ് ചെയ്ത് ആ ഫോണ് പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് അത് ബ്ലോക്ക് ആവുന്നുള്ളതാണ്. നമ്മളൊരു ഡാറ്റയും അതിനകത്ത് പിന്നെ നഷ്ടപ്പെടുന്നത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ ആ ഫോണിനുള്ളിൽ നടത്താൻ വേണ്ടിയിട്ട് കിട്ടിയ ആൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഫോട്ടോ, നമ്മുടെ കോൺടാക്ട്സ്, നമ്മുടെ എല്ലാം അതിനകത്ത് സുരക്ഷിതമായിരിക്കും. ഒരു കാരണവശാലും അയാൾക്ക് ആ ഫോണിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഏതെങ്കിലും ഡാറ്റ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞങ്ങളുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ്. അതപ്പോൾ സുരക്ഷിതമായി ആ ഫോൺ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പോർട്ടലാണ് CIR പോർട്ടൽ. ജനങ്ങളെല്ലാവരും അതിപ്പോൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സിംഗ് ആയ ഫോണുകൾ തിരിച്ചു കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ഇപ്പോൾ യഥാർത്ഥത്തിലില്ല. ഫോൺ നഷ്ടപ്പെട്ടാൽ എളുപ്പത്തിൽ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ സംവിധാനം നിലവിലുണ്ട്. ഈ മാർഗത്തിലൂടെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫോൺ മറ്റാർക്കും പിന്നീട് ഉപയോഗിക്കുവാനും സാധിക്കില്ല. ഫോൺ നഷ്ടപ്പെട്ടാൽ അക്കാര്യം അറിയിച്ച് പോലീസിൽ ഒരു പരാതി രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ നടപടി. CIR പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത 27 ഫോണുകൾ നമ്മൾ ട്രേസായി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇരിട്ടി SHO കുട്ടികൃഷ്ണൻ നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ഇത് കുറച്ച് ഡീപ്പായിട്ട് നോക്കിയത്. ആ സമയത്ത് നമുക്ക് പിന്നെ ഇവരുടെ ചെറിയൊരു കാര്യമാണെങ്കിലും ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ അവരുടെ സന്തോഷം, അവരുടെ വൈകാരിക നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാനിടയായി. കാരണം അവരുടെ മുത്തശ്ശിയും അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരൊക്കെ കൊടുത്ത് മൊബൈൽ ഫോൺ തിരികെ കിട്ടുമ്പോൾ അത് സന്തോഷം. അതിലൊരു കീഴ്ക്കുന്നിലുള്ള ഒരു സുമേഷ് എന്ന് പറഞ്ഞ ആളുടെ ഒരു മകൾക്ക് കോവിഡ് കാലത്ത് പഠിക്കാൻ കൊടുത്ത ഒരു മൊബൈൽ ഫോൺ മിസ്സായത് നമുക്ക് ട്രേസാക്കാൻ പറ്റി. 6 മാസം ശേഷമാണ് ആ ഫോൺ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് സന്തോഷമായിട്ട് അവർ ഫോൺ വാങ്ങാൻ വന്ന സമയത്ത് അവരൊരു ഇരിട്ടി പോലീസ് സ്റ്റേഷന്റെ സ്നേഹപൂർവ്വം കേക്കുമായിട്ട് നടന്നത്. അങ്ങനെ കുറെ അനുഭവങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഹൈവിഷൻ ന്യൂസ്, ഇരിട്ടി.